Good morning, my dear students. Welcome back to our online class. Today we are going to take a revision of all the chapters. First, we are going to discuss our fourth chapter, India Towards a New Era. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ ചാപ്റ്റേഴ്സിൻ്റെ ഒരു റിവിഷൻ മൊഡ്യൂളാണ്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഫോർത്ത് ചാപ്റ്റർ ഇന്ത്യ ടുവാർഡ്സ് എ ന്യൂ ഇറ എന്നുള്ള ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഒരുപാട് റിഫോം മൂവ്മെൻറ്റ്സ്, ഇമ്പോർട്ടൻ്റ് റിഫോം മൂവ്മെൻറ്റ്സ് ആൻഡ് ദ ലീഡേഴ്സ് അല്ലേ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിഫോം മൂവ്മെൻറ്റ്സും അതുപോലെ തന്നെ അതിൻ്റെ ലീഡേഴ്സുമാണ്. നമുക്കറിയാം ഒരുപാട് റിഫോം മൂവ്മെൻറ്റ്സും ലീഡേഴ്സും ഉണ്ടായിട്ടുണ്ട്. അതിൽ ഓരോരുത്തരെയും കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ രാജാറാം മോഹൻ റോയ്. ഇപ്പോൾ രാജാറാം മോഹൻ റോയിയെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. രാജാറാം മോഹൻ റോയ് who gained Western education, strongly condemned the evil practices like sati and child marriage that prevailed in India. Rajaram Mohan Roy protested against the evil practices like sati and child marriage that prevailed in India. ഇന്ത്യയിൽ നിലനിന്നിരുന്ന സതി, ചൈൽഡ് മാരേജ് എന്നീ ഈവിൾ പ്രാക്ടീസസിനെ വളരെ അധികം എതിർത്തൊരു വ്യക്തിയായിരുന്നു രാജാറാം മോഹൻ റോയ്. ദെൻ ഹിസ് ക്യാമ്പയിൻ എഗെയിൻസ്റ്റ് സതി പെർസ്യൂഡഡ് ലോർഡ് വില്യം ബാൻഡേക്ക്, ദ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ, ടു അബോളിഷ് സതി. രാജാറാം മോഹൻ റോയ് ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ബ്രിട്ടീഷ് ജനറലായിരുന്ന ലോർഡ് വില്യം ബെനഡിക്റ്റ്, ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ലോർഡ് വില്യം ബെനഡിക്റ്റ് സതി എന്നുള്ള ഈവിൾ കസ്റ്റം അബോളിഷ് ചെയ്തു. അപ്പോൾ ഇവിടെ വൺ വേർഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ വരാം. ഡാഷ് ടു അബോളിഷ് സതി. ആരാണ് സതി അബോളിഷ് ചെയ്തത് എന്നുള്ളത്? ലോർഡ് വില്യം ബെനഡിക്റ്റ്. ദെൻ രാജാറാം മോഹൻ റോയ് ഫൗണ്ടഡ് ബ്രഹ്മസമാജ് അല്ലെ. ബ്രഹ്മസമാജം എന്നുള്ള ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് രാജാറാം മോഹൻ റോയിയാണ്. Then he strongly believed caste system to be the major source of disparity in Indian society. ഇന്ത്യൻ സൊസൈറ്റിയിലെ ഒരു ഡിസ്പാരിറ്റിക്കുള്ള പ്രധാന കാരണം കാസ്റ്റ് സിസ്റ്റമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ദെൻ ഹി ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ഇന്ത്യൻ റിനസയൻസ്. ഫാദർ ഓഫ് ഇന്ത്യൻ റിനസയൻസ് എന്നാണ് രാജാറാം മോഹൻ റോയ് അറിയപ്പെട്ടത്. ഇപ്പോൾ രാജാറാം മോഹൻ റോയ് protested against the evil practices like sati and child marriage. William Benedict, the British Governor General, abolished sati. Rajaram Mohan Roy founded Brahma Samaj, and Rajaram Mohan Roy is known as the father of Indian Renaissance. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രാജാറാം മോഹൻ റോയ് എന്നുള്ള പാർട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ സ്വാമി ദയാനന്ദ സരസ്വതി. Swami Dayananda Saraswati protested against the caste system and condemned idol worship. അല്ലേ, കാസ്റ്റ് സിസ്റ്റം അതിനെതിരെ പോരാടി. ദെൻ അതുപോലെ തന്നെ ഹി കണ്ടംഡ് ഐഡോൾ വർഷിപ്പ്. ദെൻ ഹി ഗേവ് ദ കോൾ ഗോ ബാക്ക് ടു വേദാസ്. ഗോ ബാക്ക് ടു വേദാസ് എന്ന് അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ദെൻ സ്വാമി ദയാനന്ദ സരസ്വതി ഫൗണ്ടഡ് ആര്യ സമാജ്. ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ദെൻ നെക്സ്റ്റ് ലീഡർ ജ്യോതിറാവ് ഫുലെ. The important points are Jyotirao Phule condemned caste system and promoted widow remarriage. ജ്യോതിറാവ് ഫൂലെ കാസ്റ്റ് സിസ്റ്റം അതിനെതിരെ പ്രവർത്തിച്ചു. അതുപോലെ തന്നെ ഹി പ്രൊമോട്ടഡ് വിഡോ റീമാരേജ്. അദ്ദേഹം വിഡോ റീമാരേജിനെ പ്രൊമോട്ട് ചെയ്തു. ദെൻ he argued that free and compulsory education should be provided to children up to 12 years. അതുപോലെ തന്നെ അദ്ദേഹം ആർഗ്യൂ ചെയ്ത മറ്റൊരു കാര്യം ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ അല്ലേ. അപ് ടു 12 ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ എന്നുള്ളത് അദ്ദേഹം ആർഗ്യൂ ചെയ്ത കാര്യമാണ്. ദെൻ
ഹി ഫൗണ്ടഡ് ആൻ ഓർഗനൈസേഷൻ കോൾ സത്യശോധക് സമാജ്. അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷൻ അറിയപ്പെട്ടിരുന്ന പേര് സത്യശോധക് സമാജ് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് പണ്ഡിത രാമബായ്. അടുത്തത് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയി പറയുന്ന മറ്റൊരു ലീഡറാണ് പണ്ഡിത രാമബായ്. പണ്ഡിത രാമബായ് ഫൗണ്ടഡ് ആര്യ മഹിളാ സഭ, ആൻ ഓർഗനൈസേഷൻ ഫോർ ദി അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് വുമൺ. പണ്ഡിത രാമബായ് അവർ ഫൗണ്ട് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷനാണ് ആര്യ മഹിളാ സഭ. ഇത് സ്ത്രീകളുടെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടായിരുന്നു. അതുപോലെ തന്നെ ഷീ ഫോട്ട് എഗെയിൻസ്റ്റ് ദ സോഷ്യൽ ഇനീക്വാളിറ്റീസ് ഫേസ്ഡ് ബൈ വുമൺ ആൻഡ് വർക്ക്ഡ് ടയർലെസ്ലി ഫോർ വുമൺസ് എഡ്യൂക്കേഷൻ ആൻഡ് ദി എംപവർമെൻറ്റ് ഓഫ് വിഡോസ്. സ്ത്രീകൾ നേരിടുന്ന ഇനീക്വാളിറ്റീസിനെതിരെയും അതുപോലെ തന്നെ സ്ത്രീകളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തിച്ച വ്യക്തിയാണ് പണ്ഡിത രാമബായ്. ദെൻ നെക്സ്റ്റ് സർ സയ്യദ് അഹമ്മദ് ഖാൻ. Sir Syed Ahmad Khan led the movement for the spread of modern education among Muslims. മുസ്ലിങ്ങൾക്കിടയിൽ മോഡേൺ എഡ്യൂക്കേഷൻ സ്പ്രെഡ് ചെയ്യുക, അതിനുവേണ്ടി പ്രവർത്തിച്ചയാളാണ് സർ സയ്യദ് അഹമ്മദ് ഖാൻ. ഹി എസ്റ്റാബ്ലിഷ്ഡ് Mohammedan Anglo Oriental College at Aligarh that later became the famous Aligarh Muslim University. അദ്ദേഹമാണ് Mohammedan Anglo Oriental കോളേജ് അലിഗറിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇതാണ് പിന്നീട് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി ആയിട്ട് മാറിയത്. ദെൻ അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു ലീഡറാണ് സ്വാമി വിവേകാനന്ദ. സ്വാമി വിവേകാനന്ദ ഫോട്ട് അഗെയിൻസ്റ്റ് ദി കാസ്റ്റ് ഇനീക്വാളിറ്റീസ് ആൻഡ് പ്രൊമോട്ടഡ് എഡ്യൂക്കേഷൻ എമംഗ് വുമൺ. സ്വാമി വിവേകാനന്ദ കാസ്റ്റ് ഇനീക്വാളിറ്റീസ് അതിനെതിരെ പോരാടി, അതുപോലെ തന്നെ വുമൺസിൻ്റെ ഇടയിൽ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്തു എന്നുള്ളത്. ദെൻ ഹി വാസ് ദ ഡിസിപ്പിൾ ഓഫ് ശ്രീരാമകൃഷ്ണ പരമഹംസ. അദ്ദേഹം ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ ഡിസിപ്പിൾ ആയിരുന്നു. ഹി ഫൗണ്ടഡ് ആൻ ഓർഗനൈസേഷൻ കോൾഡ് രാമകൃഷ്ണ മിഷൻ. അദ്ദേഹം സ്ഥാപിച്ച ഓർഗനൈസേഷനാണ് രാമകൃഷ്ണ മിഷൻ. Then the mission established several education institutions all over India. അങ്ങനെ ഈ ഒരു മിഷൻ ഒരുപാട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യ മുഴുവനും എസ്റ്റാബ്ലിഷ് ചെയ്തു. നെക്സ്റ്റ് വൺ എമർജൻസ് ഓഫ് നാഷണലിസം. എമർജൻസ് ഓഫ് നാഷണലിസം എന്ന പാർട്ടിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് വേർ ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് നാഷണലിസം എമംഗ് ഇന്ത്യൻസ്. ഇന്ത്യക്കാർക്കിടയിൽ നാഷണലിസത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെ എന്നുള്ളത്. അതിൽ ഫസ്റ്റ് വൺ, ദ ബ്രിട്ടീഷ് കോൺഗേർഡ് പ്രിൻസിലി സ്റ്റേറ്റ് ആൻഡ് യൂണിഫൈഡ് ഇന്ത്യ പൊളിറ്റിക്കലി. ബ്രിട്ടീഷുകാർ പ്രിൻസിലി സ്റ്റേറ്റ് കോൺഗർ ചെയ്യുകയും ഇന്ത്യയെ പൊളിറ്റിക്കലി യൂണിഫൈ ചെയ്യുകയും ചെയ്തു. The economic exploitation of the British government created an anti-British attitude among Indians. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ഇന്ത്യക്കാർക്കിടയിൽ ഒരു ആൻറ്റി ബ്രിട്ടീഷ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്തു. Then third point, the spread of English education and the development in transport and communication brought the people together. അതുപോലെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ്റെ സ്പ്രെഡും അതുപോലെ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ ഡെവലപ്മെൻറ്റും ആളുകളെ ഒന്നിച്ചു കൊണ്ടുവന്നു. Then the last point is the strategies adopted by the British to suppress the first war of Indian independence created a national consciousness and made people think that they belong to the same country. അതുപോലെ നമുക്കറിയാം ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് അല്ലേ, അത് സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ അഡോപ്റ്റ് ചെയ്ത സ്ട്രാറ്റജീസ്, ആ സ്ട്രാറ്റജീസ് ഇന്ത്യക്കാർക്കിടയിൽ ഒരു കോൺഷ്യസ്നെസ്, അതായത് അവർ ഒന്നാണ് എന്നുള്ള ഒരു മനോഭാവം സൃഷ്ടിച്ചെടുക്കാനാണ് ശ്രമിച്ചത്. ഇതായിരുന്നു ഈ ഒരു ഫാക്ടേഴ്സ്. ദെൻ അതിനുശേഷം ഉള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗം ഫോർമേഷൻ ഓഫ് അസോസിയേഷൻസ് എന്നുള്ളതാണ്. അതിൽ നമ്പർ ഓഫ് ഓർഗനൈസേഷൻസ്, റീജിയണൽ ഓർഗനൈസേഷൻസ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് അറ്റ് വേരിയസ് പാർട്സ് ഓഫ് ഇന്ത്യ ആസ് എ റിസൾട്ട് ഓഫ് ഗ്രോയിങ് അവേക്കനിങ്. അതായത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഒരുപാട് ഓർഗനൈസേഷൻസ് വന്നിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഏതെല്ലാമാണ്? അതിലൊന്നാണ് മദ്രാസ് നാറ്റീവ് അസോസിയേഷൻ, ദെൻ സെക്കൻഡ് വൺ പൂന സാർവജനിക് സഭ ആൻഡ് ഇന്ത്യൻ അസോസിയേഷൻ. ഈ ഓർഗനൈസേഷൻസ് ആണ് റീജിയണൽ പ്രോബ്ലംസിന് പ്രയോറിറ്റി കൊടുത്തിട്ടുള്ള ഓർഗനൈസേഷൻസ് ആണ് ഇതെല്ലാം.
Then next one, the writers instrumental in the development of nationalism. നാഷണലിസത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള റൈറ്റേഴ്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്ന്. ഫസ്റ്റ് വൺ ബങ്കിം ചന്ദ്ര ചാറ്റർജി, അതുപോലെ രണ്ടാമത്തെ ആളാണ് രവീന്ദ്രനാഥ ടാഗോർ, അതുപോലെ മുഹമ്മദ് ഇക്ബാൽ, പിന്നെ ലക്ഷ്മിനാഥ് ബേസ്ബര, അൽതാഫ് ഹുസൈൻ. ഈ റൈറ്റേഴ്സിൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. ദ റൈറ്റേഴ്സ് ഇൻസ്ട്രുമെൻ്റൽ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് നാഷണലിസം. നാഷണലിസത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി പ്രവർത്തിച്ച റൈറ്റേഴ്സാണ് ഇത്രയും പേര്. ദെൻ നെക്സ്റ്റ് വൺ, ഫോർമേഷൻ ഓഫ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫോർമേഷൻ അത് എന്നാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്താണ് അതിൽ ബോംബെയിലെ അല്ലേ 72 representatives of various organizations across India assembled in the vast auditorium of Tejpal Sanskrit College, Bombay on 28 December 1885. 1885 ഡിസംബറിൽ തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജ് ബോംബെയിൽ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള 72 റെപ്രസെൻറ്റേറ്റീവ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ WC ബാനർജി പ്രിസൈഡഡ് ഓവർ ദിസ് മീറ്റിംഗ് ഇനീഷ്യേറ്റഡ് ബൈ ദി ഫോമർ ബ്രിട്ടീഷ് സിവിൽ സർവൻറ്റ് A.O. ഹ്യൂം. WC ബാനർജിയാണ് ഇതിൻ്റെ പ്രിസൈഡ് ചെയ്തത്, ഈ ഒരു മീറ്റിംഗ്. ഇത് ഇനീഷ്യേറ്റ് ചെയ്തത് ബ്രിട്ടീഷ് സിവിൽ സർവൻ്റ് ആയിട്ടുള്ള A.O. ഹ്യൂമാണ്. ഇതിൽ വെച്ചിട്ടാണ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫോംഡ് ഇൻ ദിസ് മീറ്റിംഗ്. ഈ ഒരു മീറ്റിംഗിൽ വെച്ചിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തത്. ഇനി അതിൽ തന്നെ മേജർ എയിംസ്, വാട്ട് ആർ ദി മേജർ എയിംസ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മേജർ എയിംസ് എന്തൊക്കെയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. 3 പോയിന്റ്സ് നിങ്ങൾക്ക് അവിടെ കാണാം. ടു പ്രൊമോട്ട് ഫെലോ ഫീലിംഗ് എമംഗ് ദി വോളണ്ടിയേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി കൺട്രി. Second one, to develop a national spirit beyond the religious, caste and regional loyalties. And the last one is to bring the problems of Indians to the notice of authorities. Then another question is, national movement can be divided into 3 phases. Which are they? The period of moderate nationalism, the period of extreme nationalism, and the last one is Gandhian era. പിന്നെ അതിന് ശേഷം നമുക്ക് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടായിരിക്കും. വാട്ട് ഈസ് മോഡറേറ്റ് നാഷണലിസം? മോഡറേറ്റ് നാഷണലിസം എന്താ എന്നുള്ളത്. The period from 1885 to 1905 was of moderate nationalism. 1885 മുതൽ 1905 വരെയുള്ള ആ ഒരു പീരീഡാണ് മോഡറേറ്റ് നാഷണലിസം. അപ്പോൾ ഈ ഒരു കാലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു? മോഡറേറ്റ് നാഷണലിസം, ലീഡേഴ്സ് ഓഫ് മോഡറേറ്റ് നാഷണലിസം: ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തെബ്ജി, ഫിറോസ് ഷാ മേത്ത. ഇവരായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീഡേഴ്സ്. ഇനി അവരുടെ പോളിസി എങ്ങനെയായിരുന്നു? Their policy was to bring the common problems and demands to the notice of the British government by means of petitions, resolutions and protest. കോമൺ പ്രോബ്ലംസ് പെറ്റീഷനിലൂടെയും അതുപോലെ തന്നെ റെസൊല്യൂഷനിലൂടെയും പ്രൊട്ടസ്റ്റുകളിലൂടെയും അവരുടെ മുന്നിൽ എത്തിക്കുക, ബ്രിട്ടീഷുകാരുടെ മുന്നിൽ എത്തിക്കുക എന്നതായിരുന്നു ഇവരുടെ ഒരു പോളിസി ആയിട്ട് ഉണ്ടായിരുന്നത്. അത്രയുമാണ് മോഡറേറ്റ് നാഷണലിസത്തിൽ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊന്ന് ദാദാഭായ് നവറോജിയുടെ ഡ്രെയിൻ തിയറി അല്ലേ, ഡ്രെയിൻ തിയറി ഓഫ് ദാദാഭായ് നവറോജി. ഡ്രെയിൻ തിയറി, there was a drain of wealth from India to England during colonial rule. കൊളോണിയൽ റൂളിൽ പിന്നെ ഇന്ത്യയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് സമ്പത്തിൻ്റെ ഒരു ഒഴുക്കുണ്ടായിരുന്നു. ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്ന് പറഞ്ഞാൽ സമ്പത്തിൻ്റെ ഒരു ഒഴുക്ക്. ഇറ്റ് വാസ് മെയിൻലി ഇൻ ദ ഫോം ഓഫ് സാലറി, ടാക്സസ് ആൻഡ് ഗിഫ്റ്റ്. ഇത് ഏതൊക്കെ ഫോമിലായിരുന്നു? സാലറി, അതുപോലെ തന്നെ ടാക്സ്, ഗിഫ്റ്റ് എന്നീ ഫോമുകളിലായിരുന്നു. അപ്പോൾ he proved that the economic drain under the British rule is the root cause of poverty in India. അപ്പോൾ ഇന്ത്യയിലെ പോവർട്ടിയുടെ റൂട്ട് കോസ് എന്ന് പറയുന്നത് ഈ ഒരു എക്കണോമിക് ഡ്രെയിൻ ആണെന്ന് കണ്ടെത്തിയ ആളാണ് ദാദാഭായ് നവറോജി. അപ്പോൾ അങ്ങനെ അതാണ് ഡ്രെയിൻ തിയറി. ഡ്രെയിൻ തിയറി ആരാണ് കൊണ്ടുവന്നത്? ദാദാഭായ് നവറോജി. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ അടുത്തതായിട്ട് നമ്മൾ പാർട്ടീഷൻ ഓഫ് ബംഗാളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പാർട്ടീഷൻ ഓഫ് ബംഗാൾ. വാട്ട് വർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ദ ബ്രിട്ടീഷ് ടു ഡിവൈഡ് ബംഗാൾ അല്ലേ. ബംഗാൾ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷുകാരെ പ്രോംപ്റ്റ് ചെയ്ത ഫാക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു? അപ്പോൾ നമുക്കറിയാം, ദ പീപ്പിൾ ഓഫ് ബംഗാൾ ഹാഡ് ബീൻ ലിവിങ് ലൈക്ക് ബ്രദേഴ്സ്. ബംഗാളിലെ
ആളുകൾ, അവിടുത്തെ ജനങ്ങൾ ബ്രദേഴ്സിനെ പോലെയാണ് ജീവിച്ചിരുന്നത്. ദേ ഹാഡ് ബീൻ ക്യാരിയിങ് ഔട്ട് വേരിയസ് ആക്ടിവിറ്റീസ് അഗെയിൻസ്റ്റ് ദ പോളിസീസ് ഓഫ് ദി ബ്രിട്ടീഷ് ഗവൺമെൻറ്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പോളിസിക്കെതിരെ അവർ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ബ്രിട്ടീഷുകാർ ബംഗാൾ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അവരൊന്നിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ the British official treated Bengal as a growing power against the British rule, അല്ലേ? ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള അല്ലെങ്കിൽ വളരുന്ന ഒരു ശക്തിയാണ് ബംഗാൾ എന്നുള്ളത് അവർക്ക് മനസ്സിലാകുകയും അങ്ങനെ ഇൻ ദിസ് ബാക്ക്ഗ്രൗണ്ട് ദ വൈസ്രോയ് ലോർഡ് കേഴ്സൺ ഡിവൈഡഡ് ബംഗാൾ ഇൻ 1905. അങ്ങനെ ലോർഡ് കേഴ്സൺ, അല്ലെ, വൈസ്രോയി ആയിരുന്ന ലോർഡ് കേഴ്സൺ ആണ് 1905 ബംഗാൾ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അപ്പോൾ ഇനി അടുത്ത ഇതിൽ ഈ ഒരു പാർട്ടീഷൻ ഓഫ് ബംഗാളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ വരുന്നത്, ഹൗ ഡിഡ് ദ പീപ്പിൾ ഓഫ് ബംഗാൾ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ പാർട്ടീഷൻ? പാർട്ടീഷനെതിരെ എങ്ങനെയാണ് ബംഗാളിലെ പീപ്പിൾ പ്രൊട്ടസ്റ്റ് ചെയ്തത്? അപ്പോൾ പോയിന്റ് വൈസ് നിങ്ങൾക്ക് അവിടെ ആൻസർ കാണാം. ഫസ്റ്റ് വൺ, ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ് മീറ്റിംഗ്. ദെൻ സെക്കൻഡ് വൺ, പിക്കറ്റഡ് ഷോപ്സ് ദാറ്റ് സോൾഡ് ഫോറിൻ ഗുഡ്സ്. ദെൻ തേർഡ് വൺ, ബേൺഡ് ഫോറിൻ ക്ലോത്ത്സ്. നെക്സ്റ്റ് വൺ, പ്രൊമോട്ടഡ് ദ യൂസ് ഓഫ് ഇന്ത്യൻ പ്രോഡക്ട്സ്. Then another one is organized marches and public meetings against the British. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ബംഗാളിലെ ജനങ്ങൾ ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തത്. ദെൻ അടുത്ത ഈ ഒരു ചാപ്റ്ററിൽ പാർട്ട് വരുന്നത് സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ്, അല്ലേ? സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ്, സ്വാതന്ത്ര്യം എന്നുള്ളത് എൻ്റെ ജന്മാവകാശമാണ് എന്ന് പറഞ്ഞത്, അല്ലേ? ആരാണ് ഈ ഒരു സ്ലോഗൻ, ഈ ഒരു ഫേമസ് സ്ലോഗൻ സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ മസ്റ്റ് ഹാവ് ഇറ്റ് എന്നുള്ള ഒരു സ്ലോഗൻ പറഞ്ഞത് ആരായിരുന്നു? ബാലഗംഗാധര തിലക്, അല്ലേ? ബാലഗംഗാധര തിലകൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ലോഗനാണിത്. അപ്പോൾ അതുപോലെ തന്നെ ബാലഗംഗാധര തിലകിനെ കുറിച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങൾ എന്താണ്? ഹി വാസ് ദി ചീഫ് സ്പോക്സ്മാൻ ഓഫ് ദി എക്സ്ട്രീം നാഷണലിസം. എക്സ്ട്രീം നാഷണലിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ബാലഗംഗാധര തിലക് എന്നുള്ളത്. ഹി വാസ് റിവേർഡ് ആസ് ലോകമാന്യ. ലോകമാന്യ എന്നുള്ള പേരിൽ അറിയപ്പെട്ടത് ബാലഗംഗാധര തിലകാണ്. അതുപോലെ തന്നെ ബാലഗംഗാധര തിലക് സ്റ്റാർട്ടഡ് ടു ന്യൂസ് പേപ്പേഴ്സ്. അതിൻ്റെ പേരെന്തൊക്കെയാണ്? ഒന്ന് മറാത്ത, മറ്റൊന്ന് കേസരി. സ്ലോഗൻ ഞാൻ പറഞ്ഞു, സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ മസ്റ്റ് ഹാവ് ഇറ്റ്, അല്ലേ? അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ബാലഗംഗാധര തിലകിനെ കുറിച്ചുള്ള ഈ കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രീം നാഷണലിസം, അല്ലേ? ഇപ്പം നമ്മൾ പറഞ്ഞു ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും എന്നുള്ളത്. അപ്പം എക്സ്ട്രീം നാഷണലിസത്തിൻ്റെ ലീഡേഴ്സ് ആയിരുന്നു ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്. ഈ 3 പേരാണ് എക്സ്ട്രീം നാഷണലിസത്തിൻ്റെ ലീഡേഴ്സ്. അപ്പോൾ ഈ എക്സ്ട്രീം നാഷണലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പീരീഡ് ഓഫ് അജിറ്റേഷൻസ് ഫോളോഡ് ബൈ ദി പാർട്ടീഷൻ ഓഫ് ബംഗാൾ ബ്രോട്ട് എ ന്യൂ ടേൺ ഇൻ ദ നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് ഇറ്റ് വാസ് നോൺ ആസ് ദി പീരീഡ് ഓഫ് എക്സ്ട്രീം നാഷണലിസം. അപ്പോൾ ഇതിനെയാണ് എക്സ്ട്രീം നാഷണലിസം എന്ന് പറയുന്നത്. ലീഡേഴ്സ് ഞാൻ പറഞ്ഞു, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ ആൻഡ് ലാലാ ലജ്പത് റായ്. ദേ വർ ജോയിൻ്റ്ലി നോൺ ആസ് ലാൽ, ബാൽ, പാൽ. അപ്പം നിങ്ങൾക്ക് 2 കോളമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ എന്ന് പറഞ്ഞിട്ട് മോഡറേറ്റ് ലീഡേഴ്സിനെയും എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സിനെയും എഴുതാൻ വേണ്ടിയിട്ട്. ഒരു കോളത്തിൽ മോഡറേറ്റ് ലീഡേഴ്സ് ആരൊക്കെ, ഒരു കോളത്തിൽ എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ് ആരൊക്കെ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. ദെൻ നെക്സ്റ്റ് വൺ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ആണ്. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് വാസ് ഫോംഡ് ബൈ ആഗാ ഖാൻ ആൻഡ് നവാബ് സാലിമുള്ള ഖാൻ ഇൻ ധാക്ക ഇൻ 1906 ഡ്യൂറിങ് ദ മൂവ്മെൻറ്റ് അഗെയിൻസ്റ്റ് ദി പാർട്ടീഷൻ ഓഫ് ബംഗാൾ. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഫോം ചെയ്തത് ആഗാ ഖാനും അതുപോലെ തന്നെ നവാബ് സാലിമുള്ള ഖാൻ ധാക്കയിൽ 1906 ഇനി നെക്സ്റ്റ് വരുന്നത് സൂറത്ത് സ്പ്ലിറ്റ് ആണ്. സൂറത്ത് സ്പ്ലിറ്റ് എന്താണെന്നുള്ളത്, ദ നാഷണൽ മൂവ്മെൻറ്റ് ബിക്കെയിം സ്ട്രോങ്ങർ വിത്ത് ദി അജിറ്റേഷൻസ് അഗെയിൻസ്റ്റ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ. പാർട്ടീഷൻ ഓഫ് ബംഗാളിനെ അതോടുകൂടിയിട്ട് നാഷണൽ മൂവ്മെൻറ്റിന് ഒന്നുകൂടി സ്ട്രോങ്ങറായി. ഈ ഒരു സമയത്ത് ദർ വാസ് എ ഗ്രോയിങ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ബിറ്റ്വീൻ ദി മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ്. മോഡറേറ്റുകളും എക്സ്ട്രീമിസ്റ്റും തമ്മിൽ അവരൊരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായി. ഇതാണ് ഇറ്റ് ലെഡ് ടു ദ സ്പ്ലിറ്റ് ഇൻ ദി കോൺഗ്രസ് ആൻഡ് അറ്റ് ഇറ്റ്സ് ഓൾ ഇന്ത്യ സെഷൻ അറ്റ് സൂറത്ത് ഇൻ 1907. അപ്പോൾ ഈ മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റുകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും കോൺഗ്രസിൻ്റെ ഓൾ ഇന്ത്യ സെഷൻ സൂറത്തിൽ വെച്ച് നടന്നിട്ടുള്ള ഓൾ ഇന്ത്യ സെക്ഷൻ 1907 വെച്ചിട്ട് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇതാണ് സൂറത്ത് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ എന്നാണ് 1907 സൂറത്തിലാണ് ഇത് നടന്നത് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഹോം റൂൾ മൂവ്മെൻ്റ് ആണ്. ഹോം റൂൾ മൂവ്മെൻറ്റ് ഇത് ഹോം റൂൾ മൂവ്മെൻറ്റ് ലെഡ് ബൈ ആനി ബസന്റ് ആൻഡ് ബാലഗംഗാധര തിലക് അല്ലേ. ഹോം റൂൾ മൂവ്മെൻറ്റ് നയിച്ചത് ആനി ബസന്റും ബാലഗംഗാധര തിലകുമായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് ഓർമ്മിക്കാം. ദെൻ ഈ ഒരു ചാപ്റ്ററിൽ ലാസ്റ്റ് ആയിട്ടുള്ളത് ലക്നൗ പാക്റ്റ് ആണ്. ലക്നൗ സെഷൻ ഓഫ് ദി ഇന്റർനാഷണൽ കോൺഗ്രസ് വാസ് ഹെൽഡ് ഇൻ 1916 വെൻ ദി ഹോം റൂൾ മൂവ്മെൻറ്റ്സ് വർ ആക്റ്റീവ്. ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ ലക്നൗ സെക്ഷൻ ആക്റ്റീവ് ആയത് 1916 അല്ലേ. അപ്പോൾ അത് ഈ സമയത്ത് ഹോം റൂൾ മൂവ്മെൻ്റ് ഒക്കെ ആക്റ്റീവ് ആയിട്ടുള്ള സമയത്താണ് ഈ ഒരു ലക്നൗ സെക്ഷൻ നടന്നത്. ദ മോഡറേറ്റ്സ് ആൻഡ് എസ്റ്റിമേറ്റ്സ് ഹൂ സ്പ്ലിറ്റ് ഇൻ ദ സൂറത്ത് സെഷൻ ഡിസൈഡഡ് ടു ഗിവ് അപ്പ് ദെയർ ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ ആൻഡ് ജോയിൻ ടുഗദർ. നമ്മൾ നേരത്തെ പറഞ്ഞു 1907 സൂറത്തിൽ വെച്ചിട്ട് മോഡറേറ്റ്സും എക്സ്ട്രീമിറ്റുകളും രണ്ടെണ്ണമായിട്ട് അവർ സ്പ്ലിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ ലക്നൌവിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ വെച്ചിട്ട് ഇവരുടെ ആ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ അവർ ഉപേക്ഷിക്കുകയും അവർ രണ്ടാമതും ജോയിൻ ചെയ്യുകയും ചെയ്തു. They also decided to cooperate with the All India Muslim League in the anti-British agitations. അങ്ങനെ അവർ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻ്റ്. നെക്സ്റ്റ് ചാപ്റ്റർ എക്കണോമിക് സോഴ്സസ്. നമ്മുടെ 5th ചാപ്റ്റർ എക്കണോമിക് സോഴ്സസ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, primary sector. Primary sector. What is primary sector? The sector involving activities making direct use of natural resources is called primary sector. And another question is, what is agricultural sector? As activities related to agriculture form a major part of it, this sector is also called agricultural sector. ഇനി അടുത്തതായിട്ട് വരുന്നത് സെക്കൻഡറി സെക്ടറാണ്. വാട്ട് ഈസ് സെക്കൻഡറി സെക്ടർ? There are economic activities that manufacture goods making use of the products of primary sector as the raw materials. Such activities fall under the secondary sector. ഇനി അടുത്ത ഒരു ഇത് വരുന്നത് ഇൻഡസ്ട്രിയൽ സെക്ടർ. As it give more importance to industrial activities, it is also called industrial sector. ഇനി അതുപോലെ തന്നെ സർവീസ് സെക്ടർ വരുന്നുണ്ട് അടുത്തത്. വാട്ട് ഈസ് സർവീസ് സെക്ടർ? Service sector collects and distributes products of primary and secondary sectors. In addition to this, service sector includes education, transport, banking, IT, etc. Tertiary sector includes all services. It also called service sector. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് CSO ആണ് അല്ലേ, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. എന്താണ് CSO എന്നുള്ളത്? അതുപോലെ തന്നെ CSO classified the economic activities included in the primary, secondary and tertiary sector. അപ്പോൾ നിങ്ങൾക്ക് CSO എന്താണെന്നും അതുപോലെ തന്നെ CSO ക്ലാസിഫൈ ചെയ്ത എക്കണോമിക് ആക്ടിവിറ്റീസ് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി സെക്ടറിൽ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ടേബിൾ കാണാം. പ്രൈമറി സെക്ടറിൽ ഏതൊക്കെയാണ്, സെക്കൻഡറിയിൽ ഏതൊക്കെയാണ്, ടെർഷറിയിൽ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ CSO എന്താണെന്നുള്ളത്. CSO എന്താണ്? ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് വർക്ക്സ് അണ്ടർ ദി മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ. അതാണ് CSO. ഇനി അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് CSO എന്നുള്ളത്. കോർഡിനേറ്റ് ആൻഡ് അനലൈസ് ഡാറ്റ, കളക്ട് ഡാറ്റ ഓഫ് ഓൾ സെക്ടേഴ്സ് ആൻഡ് പ്രോസസ് ഇറ്റ് ഫോർ പ്ലാനിംഗ് പർപ്പസ്, എസ്റ്റിമേറ്റ് നാഷണൽ ഇൻകം യൂസിങ് ഡാറ്റ. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് വരുന്നത് ഒന്നാണ് പിന്നെ the poverty still exists in various parts of India even after the increased food production. What may be the reason? അതായത് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പോവർട്ടി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? വാട്ട് മേ ബി ദ റീസൺസ്? ഇപ്പോൾ 2 പോയിന്റ്സ് ഉണ്ട്. ഡിഫക്ട്സ് ഇൻ ഡിസ്ട്രിബ്യൂഷനിലുള്ള ഡിഫക്ട്സും അതുപോലെ തന്നെ മറ്റൊന്ന് ലോ പൊട്ടൻഷ്യൽ ഓഫ് ഇൻഡിവിജ്വൽസ് ടു പർച്ചേസ് ഗുഡ്സ്. അതാണ് ആൻസർ. ഇനി അതുപോലെ നെക്സ്റ്റ് വൺ ഫുഡ് സെക്യൂരിറ്റി അല്ലേ. എന്താണ് ഫുഡ് സെക്യൂരിറ്റി എന്നുള്ളത്? ഫുഡ് സെക്യൂരിറ്റി ഈസ് അറ്റൈൻഡ് വെൻ ദർ ഈസ് ആഡിക്വേറ്റ് അവൈലബിലിറ്റി ഓഫ് ഫുഡ് ടു ദി നീഡി.
Food security exists when all people at all times have physical and economic access to sufficient nutritious food to meet the dietary needs and food preference for active and healthy life. ഇതാണ് ഫുഡ് സെക്യൂരിറ്റി എന്നുള്ളത്. ഇനി അതുപോലെ തന്നെ ബൈ അനലൈസിങ് ദ ഡെഫിനിഷൻ ഓഫ് ഫുഡ് സെക്യൂരിറ്റി വാട്ട് കൺക്ലൂഷൻ ഡു യു അറൈവ് ഇറ്റ്. അപ്പം നമുക്കൊരു ഡെഫിനിഷൻ അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കൺക്ലൂഷനിലാണ് നമുക്ക് എത്തിച്ചേരാൻ പറ്റുക? അത് ഓൾ പീപ്പിൾ ഷുഡ് ഗെറ്റ് ഫുഡ് ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ അറ്റ് ഓൾ ടൈംസ് അല്ലേ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ് പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ് എന്നുള്ളത്. അപ്പോൾ ആ പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസിൽ ഗവൺമെൻറ് പ്രോജക്ട്സും ഗവൺമെൻറ് പ്രോഗ്രാംസും ഉണ്ട്. അപ്പം അതിൽ ഗവൺമെൻറ് പ്രോജക്ട്സ് അന്നപൂർണ, അന്ത്യോദയ അന്നയോജന, മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ഇതാണ് ഗവൺമെൻറ് പ്രോജക്ട്സുകൾ. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാംസുകളുണ്ട്. ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, മിഡ് ഡേ മീൽ പ്രോഗ്രാം അറ്റ് സ്കൂൾസ്, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാംസും അതുപോലെ തന്നെ പ്രോജക്ട്സും എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് ചോദിക്കും. അപ്പോൾ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ളത് നിങ്ങൾ പഠിച്ചതാണ്. ഓരോന്നിൻ്റെയും ഗോൾ എന്താണെന്നുള്ളത്, എയിം എന്താണെന്നുള്ളത് അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. ഇനി അടുത്തതായിട്ട് നമുക്കിതിൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ്. വാട്ട് ഈസ് PDS? പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. Public distribution system provides foods, items and other essential commodities to people at reasonable prices, and the entire chain of such organizations are controlled by the government. അല്ലേ? അത് ഫുഡ് ഐറ്റംസും മറ്റ് എസെൻഷ്യൽ കമ്മോഡിറ്റീസും റീസണബിൾ പ്രൈസസിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഓർഗനൈസേഷൻസാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. ഇനി അതുപോലെ there are many agencies functioning with the objectives of providing essential commodity to people at a fair price. ഇനി ഒരുപാട് ഏജൻസീസ്, ജനങ്ങൾക്ക് വളരെ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഏജൻസീസ് പ്രവർത്തിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നിങ്ങളിപ്പോൾ ഈ ടേബിളിൽ കാണുന്നത്. ഒരുപാട് ഏജൻസീസ് ഉണ്ട്. സിവിൽ സപ്ലൈസ് ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ടുള്ള ആ ഏജൻസീസ് ആ ടേബിളിലുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ലാസ്റ്റായിട്ട് നമുക്കിതിൽ ചലഞ്ചസ് ടു ഫുഡ് പ്രൊഡക്ഷനാണ്. ഫുഡ് പ്രൊഡക്ഷൻ്റെ രംഗത്തുള്ള ചലഞ്ചസ് അല്ലേ. ചലഞ്ചസ് ഫേസ്ഡ് ബൈ ദി ഫുഡ് പ്രൊഡക്ഷൻ സെക്ടർ. എന്തൊക്കെയാണ് ഫുഡ് പ്രൊഡക്ഷൻ സെക്ടറിൽ നേരിടുന്ന ചലഞ്ചസ്? അത് പോയിന്റ് വൈസ് അവിടെ കൊടുത്തത് കാണാം. ക്രോപ്പ് ഫെയിലിയേഴ്സ് ഡ്യൂ ടു നാച്ചുറൽ കലാമിറ്റീസ്, യൂസിങ് അഗ്രികൾച്ചറൽ ലാൻഡ് ഫോർ നോൺ അഗ്രികൾച്ചറൽ പർപ്പസ്, റെഡ്യൂസിങ് ദ റേറ്റ് ഓഫ് സബ്സിഡീസ്, unable to purchase agricultural machines, climate changes, unable to ensure crop insurance, excessive use of fertilizers, reducing soil fertility. അപ്പോൾ ഇത്രയുമാണ് ചലഞ്ചസ് അല്ലേ, ഫുഡ് പ്രൊഡക്ഷൻ സെക്ടർ നേരിടുന്ന ചലഞ്ചസ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ പ്രാധാന്യം കൊടുത്തിട്ട് നിങ്ങൾ നെക്സ്റ്റ് ചാപ്റ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മാപ്സ്, 6th ചാപ്റ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മാപ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മാപ്പുകളുടെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് പഠിച്ചത്. അതിൽ ഫസ്റ്റ് നമ്മൾ മാപ്സ് എന്താണെന്നുള്ളത് അല്ലേ, ട്രൂ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഫീച്ചേഴ്സ് ഓഫ് എർത്ത് സർഫസ് ഓൺ എ 2-dimensional പ്ലെയിൻ ഈസ് കോൾഡ് എ മാപ്പ് അല്ലേ. മാപ്പ് എന്താണെന്നുള്ളത് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ദ ഫീൽഡ്സ് വേർ മാപ്സ് ആർ യൂസ്ഡ്. മാപ്പുകൾ യൂസ് ചെയ്യുന്ന ഫീൽഡുകൾ ഏതൊക്കെ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ലേണിംഗ് ജോഗ്രഫി, ഡിഫൻസ്, ടൂറിസം, അഡ്മിനിസ്ട്രേഷൻ, ട്രാൻസ്പോർട്ട്, ഇത്രയും ഫീൽഡുകളിലാണ് മാപ്പുകൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഹൂ ഹെൽപ്സ് അതർ ദാൻ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് യൂസ് മാപ്സ്. ടീച്ചേഴ്സും സ്റ്റുഡൻസും അല്ലാതെ വേറെ ആരൊക്കെയാണ് മാപ്പ് യൂസ് ചെയ്യുന്നത്? അതിനവിടെ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇൻഡസ്ട്രിയലിസ്റ്റ്, ഹിസ്റ്റോറിയൻസ്, പൈലറ്റ്സ്, ക്യാപ്റ്റൻസ് ഓഫ് ഷിപ്സ്, ഇങ്ങനെയുള്ള ആളുകളാണ് മാപ്പ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ മറ്റൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഹിസ്റ്ററി ഓഫ് മാപ്സ് ആണ്, മാപ്സിൻ്റെ ചരിത്രം. അപ്പോൾ അതിൽ ആദ്യം മുതലുള്ള മാപ്പുകളുടെ ചരിത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിൽ നമ്മൾ പറഞ്ഞത് കൺസിഡേർഡ് ദ ഓൾഡസ്റ്റ് മാപ്പായിട്ട് പറയുന്നത് മെസപ്പൊട്ടോമിയൻ മാപ്സ് അല്ലേ. ദ മെസപ്പൊട്ടോമിയൻ പ്ലേറ്റ്സ് പ്രിപ്പയർഡ് ഓൺ ബേക്ക്ഡ് ക്ലേ പ്ലേറ്റ്സ് അബൌട്ട് 5000 years ago ആർ കൺസിഡേർഡ് ദി ഓൾഡസ്റ്റ് മാപ്പ്. ഏറ്റവും ഓൾഡസ്റ്റ് മാപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നത് മെസപ്പൊട്ടോമിയൻ പ്ലേറ്റ്സ് ആണ്. ഈ മാപ്പുകൾ എങ്ങനെയായിരുന്നു? ദർ വർ സ്പെസിഫിക് ലൈൻസ് ആൻഡ് സിംബൽസ് ദാറ്റ് ഹെൽപ്പ് ടു ഡെപ്പിക്ട് ദ പെക്യുലിയാരിറ്റീസ് ഓഫ് ഈവൻ സ്മോൾ പ്ലേസസ്.
ഓരോ ചെറിയ പ്ലേസസിനെയും പിന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് ലൈൻസും സിമ്പിൾസും ആയിരുന്നു. ഇനി അതുപോലെ തന്നെ ഫസ്റ്റ് മാപ്പ് ആരുടെ ആയിരുന്നു? ഗ്രീക്ക് ഫിലോസഫർ അനാക്സിമാൻഡർ അല്ലെ. ഗ്രീക്ക് ഫിലോസഫർ ആയിട്ടുള്ള അനാക്സിമാൻഡർ ആണ് ഹൂ ഈസ് ബിലീവ്ഡ് ടു ഹാവ് പ്രിപ്പയർഡ് ദി ഫസ്റ്റ് മാപ്പ് പ്രിപ്പയർ ആയി ചെയ്തത് എന്ന് വിശ്വസിക്കുന്നത് അനാക്സിമാൻഡർ ആണ്. അതുപോലെ തന്നെ മാപ്പ് പ്രിപ്പയർ ചെയ്യുന്നതിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളുകളാണ് ഗ്രീക്ക് മാത്തമാറ്റീഷ്യൻ ആയിട്ടുള്ള ഇറാത്തോസ്തനീസ്, അതുപോലെ ആസ്ട്രോണമേഴ്സ് ആയിട്ടുള്ള ഹിപ്പാർക്കസ്, ടോളമി എന്നിവർ. പിന്നെ അടുത്തത് ഹു ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് മോഡേൺ കാർട്ടോഗ്രഫിയുടെ ഫാദറായിട്ട് അറിയപ്പെടുന്നത് മെർക്കാൻഡർ അല്ലെ. മെർക്കാൻഡർ ഹി ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് മോഡേൺ കാർട്ടോഗ്രഫി. അതുപോലെ തന്നെ എബ്രഹാം ഓർട്ടിയലിയസ് ഹു പ്രിപ്പയർഡ് ആൻ അറ്റ്ലസ് ബൈ കമ്പൈനിങ് മെനി മാപ്സ്. ഒരുപാട് മാപ്പുകൾ കമ്പൈൻ ചെയ്തുകൊണ്ട് അറ്റ്ലസ് പ്രിപ്പയർ ചെയ്തത് ആരാണ്? എബ്രഹാം ഓർട്ടിലിയസ്. അപ്പോൾ നിങ്ങൾ ഈ പേരുകളൊന്നും മറക്കരുത്, ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്കെച്ച് ആൻഡ് പ്ലാൻ. സ്കെച്ച് ആൻഡ് പ്ലാനിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ സ്കെച്ചസ് ആർ ഡ്രോയിങ്സ് ഹാവിങ് ലിമിറ്റഡ് ഇൻഫോർമേഷൻ അബൌട്ട് എ പ്ലേസ് ഡ്രോൺ ഫ്രം വൺസ് ഓൺ മെമ്മറി ഓർ ബൈ ഒബ്സർവിങ് ദാറ്റ് പ്ലേസ്. സ്കെച്ചസ് എന്ന് പറയുന്നത് ഒരു പ്ലേസിൻ്റെ ലിമിറ്റഡ് ഇൻഫോർമേഷൻ വെച്ചിട്ട് ഒരാളുടെ മെമ്മറിയിൽ നിന്ന് വരയ്ക്കുന്നതാണ് സ്കെച്ചസ്. ബട്ട് പ്ലാൻസ് എന്താ? പ്ലാൻസ് ആർ പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ എക്സാക്ട് മെഷർമെൻറ്റ്സ്, ലൊക്കേഷൻ ഡീറ്റെയിൽസ്, സ്കെയിൽസ് ആൻഡ് ഡയറക്ഷൻ. പക്ഷേ പ്ലാനുകൾ എന്ന് പറയുന്നത് എന്താണ്? എക്സാക്ട് മെഷർമെൻറ്റ്സും ലൊക്കേഷൻ ഡീറ്റെയിൽസും സ്കെയിലും ഡയറക്ഷനും ഒക്കെ വെച്ച് വരയ്ക്കുന്നതാണ്. ഇതാണ് സ്കെച്ചും പ്ലാനും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഒരു പാർട്ടാണ് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് മാപ്സ് എന്നുള്ളത്. ഒരു മാപ്പിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് അത് നിങ്ങൾക്ക് ടേബിൾ കാണാം. ടൈറ്റിൽ, സ്കെയിൽ, ഡയറക്ഷൻ, ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്, കൺവെൻഷണൽ സിമ്പിൾസ് ആൻഡ് കളേഴ്സ്, ഇൻഡെക്സ്. ഇത്രയുമാണ് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് മാപ്സ്. ഇനി നമുക്കത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ വേണ്ടി ചോദിക്കും. ടൈറ്റിൽ എന്താണ്? ടൈറ്റിൽ ഇൻഡിക്കേറ്റ്സ് ദ ഏരിയ ഡെപ്പിക്റ്റഡ് ആൻഡ് ദ കണ്ടന്റ് ഓഫ് ദി മാപ്പ്. ഇറ്റ് ഈസ് യൂഷ്വലി ടോപ്പ് ഓഫ് ദി മാപ്പ്. നെക്സ്റ്റ് സ്കെയിലാണ്. സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കെയിൽ ഈസ് ദ ടെക്നിക് ദാറ്റ് വി ഹാവ് അഡോപ്റ്റഡ് ടു ഡ്രോ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് കൺവീനിയൻ്റ്ലി. ലെങ്ത്തും ബ്രെഡ്ത്തും കൺവീനിയൻ്റ് ആയിട്ട് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് സ്കെയിൽ. ദെൻ സ്കെയിൽ ഈസ് ദ റിലേറ്റീവ് ഡിസ്റ്റൻസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പ്ലേസസ് ഓൺ ദി എർത്ത്. എർത്തിലെ ടു പ്ലേസസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കെയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്കെയിൽ ഷുഡ് ബി മൈൻറ്റെയിൻഡ് വൈൽ പ്രിപ്പയറിംഗ് മാപ്സ്. മാപ്പുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്കെയിൽ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ദ ലാർജ് ഏരിയാസ് ക്യാൻ ബി ഡ്രോൺ ഓൺ എ പേപ്പർ വിത്ത് ആക്യുറസി അല്ലേ. ലാർജ് ഏരിയാസ് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് വരയ്ക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് മാപ്സ് വിത്ത് ഡിഫറെൻറ്റ് സ്കെയിൽ. 3 വേസിൽ സ്കെയിൽ ക്യാൻ ബി ഡെപ്പിക്റ്റഡ് ഇൻ 3 വേസ് ഉണ്ട്. ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ്, മറ്റൊന്ന് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ മെത്തേഡ് ആൻഡ് ഗ്രാഫിക്കൽ മെത്തേഡ്. അടുത്തത് ഡയറക്ഷനാണ്. നോർത്ത്, സൗത്ത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ആർ ദി 4 മേജർ ഡയറക്ഷൻ. 4 മേജർ ഡയറക്ഷൻ നോർത്ത്, സൗത്ത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ആണ്. ദെൻ മാഗ്നറ്റിക് കോമ്പസ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു ഫൈൻഡ് ഔട്ട് ഡയറക്ഷൻ. ഡയറക്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്ന ഇൻസ്ട്രുമെൻറ്റ് മാഗ്നറ്റിക് കോമ്പസ് ആണ്. അതുപോലെ തന്നെ സബ് ഡിവിഷൻസ് ഏതൊക്കെയാണ്? നോർത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്. ഇനി ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും എന്താണെന്നുള്ളത്. ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ ഇമാജിനറി സർക്കിൾസ് ഡ്രോൺ പാരലൽ ടു ദ ഇക്വേറ്റർ ആർ കോൾഡ് ലാറ്റിറ്റ്യൂഡ്സ്. ദേ ആർ ഷോൺ ഇൻ ഡിഗ്രീസ്. ദെൻ അടുത്തത് ഇക്വേറ്റർ എന്താണ്? ദ ഹൊറിസോണ്ടൽ ലൈൻ ഡ്രോൺ എക്സാക്ട്ലി അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ഗ്ലോബ് ഈസ് ദി ഇക്വേറ്റർ. ഇറ്റ് ഈസ് ദി 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്. ഇക്വേറ്റർ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആണ്. ദെൻ ലാറ്റിറ്റ്യൂഡ് ആർ മാർക്ക്ഡ് നോർത്ത് ആൻഡ് സൗത്ത് ഓഫ് ഇക്വേറ്റർ അപ് ടു 90 ഡിഗ്രി. ഇനി നോർത്ത് ആൻഡ് സൗത്തിൽ എത്രയാണ്? 90 ഡിഗ്രി ആണ് അല്ലേ. 90 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് ഈസ് നോൺ ആസ് ദി നോർത്ത് പോൾ ആൻഡ് 90 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ് ഈസ് നോൺ ആസ് ദി സൗത്ത് പോൾ. ഇനി അതിൽ ലോഞ്ചിറ്റ്യൂഡ്സ് എന്താണ്? ഇമാജിനറി സെമി സർക്കിൾ ദാറ്റ് ജോയിൻ നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് ആർ കോൾഡ് ലോഞ്ചിറ്റ്യൂഡ്സ്. ഇനി അതിൻ്റെ അടുത്തൊരു എസെൻഷ്യൽ എലമെൻറ്റ് കൺവെൻഷണൽ സൈൻസ് ആൻഡ് സിമ്പിൾസ് ആണ് അല്ലേ. ഫീച്ചേഴ്സ് ഓഫ് ദ എർത്ത് സർഫസ് ലൈക്ക് മൗണ്ടൻസ്, പ്ലാറ്റ്യൂസ്, പ്ലെയിൻസ്, water bodies, roads, settlements, agricultural lands, etc. are depicted on maps using internationally accepted colors, signs and symbols.
അപ്പോൾ നമ്മുടെ എർത്തിൻ്റെ സർഫസിലെ ഫീച്ചേഴ്സ് ആയിട്ടുള്ള മൗണ്ടെയ്ൻസും അതുപോലെ തന്നെ പ്ലാറ്റ്യൂസ്, പ്ലെയിൻസ്, വാട്ടർ ബോഡീസ്, റൂട്ട്സ്, സെറ്റിൽമെൻറ്റ്സ്, അഗ്രികൾച്ചറൽ ലാൻഡ്സ്, ഇതൊക്കെ ഡെപ്പിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള കളേഴ്സും സൈൻസും സിമ്പിൾസുമാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ അവസാനത്തെ എസെൻഷ്യൽ എലമെൻ്റ് ഏതാണ്? ഇൻഡെക്സ് ആണ് അല്ലേ. ഇൻഡെക്സ് ഈസ് ദ കീ ടു മാപ്പ് റീഡിങ്. ഇൻഡെക്സ് റെപ്രസെൻറ്റ്സ് ടു ദ കളേഴ്സ് ആൻഡ് സൈൻസ് ഓൺ എ മാപ്പ്. ഒരു മാപ്പിലെ കളേഴ്സും സൈൻസും റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഇൻഡെക്സ് യൂസ് ചെയ്യുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മാപ്പ് ഈസ് അണ്ടർസ്റ്റുഡ് യൂസിങ് ദി ഇൻഡെക്സ്. അതേപോലെ ഒരു മാപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഇൻഡെക്സ് ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇത്രയുമാണ് മാപ്പിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ ഈ 3 ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നല്ലവണ്ണം പഠിക്കുക, നല്ലവണ്ണം പഠിച്ച് പിന്നെ നല്ല രീതിയിൽ പഠിക്കുക. ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം തന്നെ നല്ലപോലെ മനസ്സിലാക്കി വെക്കുക. അപ്പം നമുക്കിനി അടുത്തൊരു സെക്ഷനിൽ കാണാം. താങ്ക് യു.